ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ, വെക്കേഷൻ ഒക്കെ ആയിട്ടിരുന്ന് ബോറടിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് ഷെഫീൽഡിൽ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ചാറ്റ്സ്വർത്ത് ഹൗസിൽ ചുമ്മാ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. അപ്പോൾ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം. നമ്മളെല്ലാ വട്ടത്തെയും പോലെ ഇപ്രാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. കാറില്ലാത്തതുകൊണ്ടിട്ട് തന്നെ ബസ്സിനായിരിക്കും പോവുക. ബസ്സിന് ഒരു £2 കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ എത്തിത്തരും. അപ്പോൾ ഇപ്രാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിന് പോയിട്ട് വരാം. കാറില്ലാത്തൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, പക്ഷേ ഇല്ലാത്തവർക്കും ട്രിപ്പ് പോകട്ടെ. അങ്ങനെ നമുക്ക് ഇന്നൊരു പ്രാവശ്യം പോയിട്ട് വരാം. പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു 5 വയസ്സുകാരന് ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ഒരു ടോയ് കാർ വേണമെന്നാ. പോയി നോക്കാം, ടോയ് കാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ എടുക്കണം. കാര്യം ബസ് ഇപ്പോഴേ ഇല്ല, പോസ്റ്റ് അടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്യണ്ടേ. അത് കാരണം നമ്മൾ ആദ്യം ടോയ് കാർ പോയി എടുക്കുന്നു. അവിടുന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള കവറും എടുക്കണം. എന്നിട്ട് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ പോയിരുന്ന് പോസ്റ്റ് അടിക്കാം. UK വെതർ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് മഴ പെയ്യാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. ഇവിടെ എന്ന് നമുക്ക് വെക്കേഷൻ കിട്ടിയാലും എന്ന് നമുക്ക് ഓഫുള്ള ദിവസവും അന്നെല്ലാം മഴയുണ്ടായിരിക്കും. തെറ്റിക്കുമെന്ന് തോന്നുന്നില്ല, പ്രതീക്ഷ തെറ്റിക്കാണ്ട് ഇപ്രാവശ്യം മഴ പെയ്യുന്ന നല്ല ലക്ഷണം കാണുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പോയിട്ട് വരാം. നാട്ടിലായിരുന്നപ്പോൾ ഇന്ന് വരെ ഞാൻ സൂര്യനെ മിസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ വന്ന് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോൾ ഇറങ്ങിയാലും മഴയും നല്ല ഇരുണ്ട് മൂടിയ കാലാവസ്ഥയും. ഇപ്പം ഇവിടെ ഏകദേശം ഒരു 11 മണി 12 മണി ആയിട്ടുണ്ട്. ഇത്രയും ലൈറ്റേ ഉള്ളൂ. ഫോണിലായോണ്ടാട്ടോ ഇത്രയെങ്കിലും ലൈറ്റ് കാണുന്നത്, അല്ലെങ്കിൽ ഇത്രയും പോലും ലൈറ്റ് ഇല്ല. പക്ഷെ എന്നാ ചെയ്യാം, വീടിനകത്തിലിരുന്ന് കഴിഞ്ഞ് പോസ്റ്റ് എടുത്ത് മടുത്തത് കാരണം വെളിയിലോട്ട് ഇറങ്ങിയേക്കുന്ന. നമ്മൾ നേരെ എൻ്റർടൈനർ കടയിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഗിഫ്റ്റ് ഷോപ്പ്. പിള്ളേരെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഫുൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. അതും ഏജ് ഒക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും ടോയ്സ് ഒക്കെ ഉണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി ഗിഫ്റ്റ് ഷോപ്പ് ഇന്ന് ക്ലോസ് ആണ്. ആദ്യത്തെ പരിശ്രമം തന്നെ മൂഞ്ചി ഗൈസ്. ഇന്ന് ഗിഫ്റ്റ് ഷോപ്പ് അവധിയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊന്നും ഗിഫ്റ്റ് ഉള്ളതായിട്ട് നമ്മുടെ ആദ്യത്തെ ശ്രമം തന്നെ നന്നായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എൻ്റർടൈനർ ഇന്ന് ക്ലോസ്ഡ് ആണ്. ബാക്കിയുള്ള ഷോപ്സ് ഒക്കെ ഓപ്പൺ ആണ്. പക്ഷെ എൻ്റർടൈനർ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. പിള്ളേരുടെ എല്ലാ ടോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഐസ്ലാൻഡ് വരെയും ഓപ്പൺ ആണ്. ഐസ്ലാൻഡിലാണ് മിക്ക ഫ്രോസൺ ഫുഡ്സ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി മൂർ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓണാണ്. യൂഷ്വലി മഴയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കാറില്ല. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആണ്, വെക്കേഷൻ ആണ്, കുട്ടികളെല്ലാം തന്നെ വീട്ടിലിരിപ്പാണ്. എല്ലാവരും വീട്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റർടൈനർ ക്ലോസ് ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് നേരെ മൂർ മാർക്കറ്റ് നാട്ടിലോട്ട് കയറാം. ക്രിസ്മസ് മാർക്കറ്റിൻ്റെ പ്രമാണിച്ചിട്ട് മൂർ മാർക്കറ്റിൽ എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൂർ മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഹോപ്പ്ഫുള്ളി നമ്മുടെ ബസ്സിൻ്റെ ടൈം ആവും. നമുക്ക് നേരെ ബസ്സിൽ കയറിയിട്ട് ചാറ്റ്സ്വർത്ത് ഹൗസിലോട്ട് പോവാം. ഇതിനു മുന്നേ ഞാൻ മൂർ മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പല സ്റ്റോളുകളിലായിട്ട് ഒരുപാട് സാധനങ്ങൾ കച്ചവടത്തിനായിട്ട് അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ക്രിസ്മസ് പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അകം മൊത്തത്തിലായിട്ട്. പൊതുവേ മൂർ മാർക്കറ്റ് തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെയാണ് വർക്ക് ചെയ്യുന്നത്. അതും 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. പക്ഷേ ഇന്ന് സൺഡേ ആയിട്ടും മൂർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയുണ്ടായിരുന്നില്ല. അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇത്രയും ആൾക്കാർ ഇന്നിവിടെ ലൈവായിട്ടുണ്ടാവുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പല റേഞ്ചിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുക. അതിപ്പോൾ ഇവിടെ കോസ്മെറ്റിക്സ് തൊട്ട് ഫിഷും ഗ്രോസറീസും ഉൾപ്പെടെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കച്ചവടത്തിനായിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ബസ് വരുന്ന വരെ ടൈം ഉണ്ടായതുകൊണ്ട് മൂർ മാർക്കറ്റിലെ ക്രിസ്മസ് സ്പെഷ്യൽസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തിലോട്ട് കയറിയത്. പക്ഷെ കയറിയപ്പോൾ തൊട്ടിട്ട് ഭയങ്കര തിരക്ക്. വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഡിസ്കംഫർട്ടാണ്, നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് പറഞ്ഞൊരു സൈഡ് നോക്കി നമ്മൾ നേരെ മൂർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. UK വെതർ തീർത്തും അൺപ്രഡിക്റ്റബിൾ ആണ്. മഴയിൽ തുടങ്ങി വെയിലിൽ അവസാനിച്ച് പിന്നെ മഴയിലോട്ട് പോകുന്ന ഒരു അൺപ്രഡിക്റ്റബിൾ വെതറാണ് UK മൊത്തത്തിൽ തന്നെ. യൂഷ്വലി മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അധികം ആരും പുറത്തിറങ്ങാറില്ല. പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ടിട്ടും കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ടിട്ടും ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും തന്നെ. നമ്മളെന്തായാലും അകത്തിരുന്ന് പോസ്റ്റ് അടിച്ചുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. ഇന്നത്തെ വെതറിനൊരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ സൺലൈറ്റ് ഉള്ള ഒരു ദിവസമായിരുന്നു. സൺലൈറ്റും മഴയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അവർക്ക് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു ഏത് പുറത്ത് വിടണം എന്നുള്ളത്. നമ്മളീ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബസ് സ്റ്റോപ്പിലാട്ടോ. ഇനി അവിടെ ചെന്നിട്ട് വേണം ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. നമ്മളീ പോകുന്ന വഴി ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിനടുത്തായിട്ടാണ്. മെയിൻ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ബിൽഡിംഗ് അല്ല കേട്ടോ. പല ബിൽഡിംഗ് ആയിട്ട് പല സ്ഥലത്ത് സ്കാറ്റേഡ് ആയിട്ടാണ് ഉള്ളത്. ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ അടുത്തായിട്ട് സ്റ്റുഡൻറ്റ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും. നമ്മൾ ആ കാണുന്ന ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിലോട്ടായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയുടെ തന്നെ ബിൽഡിങ്ങാണ്.
ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന പൊതുവെയുള്ള ഒരു കൺവീനിയൻസ്. ഇപ്പോൾ ഈ കാണുന്ന മഞ്ഞ ഡോട്ടുള്ള റോഡിൻ്റെ സർവീസ് ആയിക്കോട്ടെ, അത് ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ട് അവർക്ക് റോഡിൻ്റെ എഡ്ജ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു സാധാ സർഫസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർഫസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു സ്റ്റിക്കില്ലേ, അത് വെച്ചിട്ട് ഉരുട്ടി പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന ടെക്സ്ചർ ഡിഫറെൻ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാക്കാം ഇത് റോഡിൻ്റെ എഡ്ജ് ആണെന്നുള്ളത്. അതുപോലെ വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാ ബിൽഡിങ്ങിലും റാമ്പ് ആക്സസിബിലിറ്റിയും കൊടുത്തിട്ടുണ്ടാവും. ബിൽഡിങ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സും കാത്തു നിൽക്കുക. എന്തായാലും ബസ് കാത്തു നിൽക്കുകയല്ലേ, ബസ് യൂസ് ചെയ്യുന്നവർക്കുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ആപ്പിൻ്റെ പേരാണ് ബസ് ചെക്കർ. ഇതിനകത്ത് നമുക്ക് ബസ് ലൈവായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്ത് നമ്മുടെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഊബർ ടാക്സി ഒക്കെ വരുന്നത് നമ്മൾ ലൈവായിട്ട് ലൊക്കേറ്റ് ചെയ്യില്ലേ, സെയിം വേയിൽ നമുക്ക് ബസ് വരുന്നത് ലൈവായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ബസ് സ്റ്റോപ്പ് സൈൻ കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ബസ്സുകൾ എപ്പോഴൊക്കെ ആയിട്ട് വരുന്നുള്ളതെന്നുള്ളത് കാണിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇതിനകത്തിൽ SC2-ഉം 218-ഉമാണ് ഇനി വരാനായിട്ട് കിടക്കുന്ന ബസ്സുകൾ. നമുക്ക് പോകേണ്ടത് 218-ആണ്. നമുക്കത് മാത്രം ട്രാക്ക് ചെയ്താൽ മതി. അത് സെപ്പറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ബസ് ചെക്കർ ആപ്പിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബസ് മിസ്സാവുന്നുള്ളൊരു പേടി വേണ്ട. പോസ്റ്റ് അടിച്ച് ബസ് നോക്കി നിൽക്കുന്ന സമയങ്ങളിൽ എൻ്റെ പ്രധാന വിനോദമാണ് ബസ് എവിടെ എത്തി, ബസ് ലൈവ് ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുതന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 218-ആണ് നമ്മുടെ ബസ്. അത് വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കലായിരുന്നു അന്നേരത്തെ കുറേ നേരത്തെ പണി. ബസ് സ്റ്റോപ്പിലേക്ക് ആദ്യം വന്നത് SC2 എന്ന് പറയുന്ന ബസ്സാണ്. ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സിറ്റി സെൻറ്ററിൽ മാത്രമേ ഓടുകയുള്ളൂ. അതും എല്ലാവർക്കും ഫ്രീ പാസ്സാണ്. ഇതാണ് നമ്മുടെ ബസ് 218 ചാർച്ച്വർത്ത് ഹൗസ്. ഒട്ടുമിക്ക ബസ്സുകളും കറക്റ്റ് ടൈമിൽ തന്നെ ബസ് സ്റ്റോപ്പിൽ എത്താറുണ്ട്. ഇത് പിന്നെ യൂഷ്വൽ പ്രൊസീജിയേഴ്സാണ്. നമ്മൾ കയറി കൊടുക്കുക, നമ്മൾ മൊബൈലിൽ തന്നെ ടാപ്പ് ചെയ്ത് വിട്ടാൽ മതി. ബാങ്കിൻ്റെ അക്കൗണ്ട് ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പൈസ പൊക്കോളും. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നു, നമ്മൾ നേരെ പോകാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ബസ്സിലാകെ ഒരു ജീവനക്കാരനെ ഉണ്ടാവുള്ളൂ, ഡ്രൈവർ തന്നെയാണ് കണ്ടക്ടറും ക്ലീനറും ഒക്കെ തന്നെ. മിക്ക ബസ്സുകളിലും വൺ വേ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. വരുന്ന സമയത്ത് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറിയിരിക്കാം. നമുക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് മനസ്സിലാവും ആളിറങ്ങേണ്ട സ്ഥലം എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് തരും. നമുക്ക് അവിടെ ഇറങ്ങുകയും ചെയ്യാം. അലോക്കേറ്റഡ് ബസ് സ്റ്റോപ്പിൽ നിന്നല്ലാണ്ട് നമുക്ക് ബസ് കയറാനോ ഇറങ്ങാനോ സാധിക്കില്ല. അവർ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ നിർത്തുകയുള്ളൂ, ആ കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കുകയും ചെയ്യും. ഷെഫീൽഡിൻ്റെ സിറ്റി സെൻറ്ററിൽ നിന്ന് തിരക്കൊഴിഞ്ഞ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് മൂന്നാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ ഏരിയയാണ്. അതിൽ ചാർച്ച്വർത്ത് എന്ന് പറയുന്ന വൺ ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മൾ പോകുന്ന ബസ് റൂട്ടിൽ കണ്ട കുറച്ച് വീടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. 2 വീടുകൾ ഒരുമിച്ചായിരിക്കുന്നത്, അപ്പുറം ഇപ്പുറം കുറച്ച് സ്ഥലവും ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ വീടുകൾക്ക് പറയുന്ന പേരാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്. ഒരു വീട് ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിറ്റാച്ച്ഡ് ഹൗസ്. അതിനായിരിക്കും ഏറ്റവും പ്രൈസ് കൂടുതലായിട്ട് വരിക. ഇത് വരുമ്പോഴത്തേക്ക് 2 വീടുകൾ ഒരുമിച്ചാണ്, പക്ഷേ അപ്പുറം ഇപ്പുറം ആയിട്ട് ഗ്യാപ്പുകൾ ഉണ്ടാവും. അതിനാണ് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്. ഡിറ്റാച്ച്ഡ് വീടിനെക്കാട്ടിലും കുറച്ച് വിലക്കുറവായിരിക്കും സെമി ഡിറ്റാച്ച്ഡ് ഹൗസിന്. ഡിറ്റാച്ച്ഡും സെമി ഡിറ്റാച്ച്ഡും മാത്രമല്ല കേട്ടോ ഒരു വീടിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അത് നിൽക്കുന്ന ഏരിയയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് ക്രൈം റേറ്റ് വളരെ കുറവായിട്ടുള്ള സ്ഥലത്തും നല്ല സ്കൂളുകളും നല്ല ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ വീടിന് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഡിറ്റാച്ച്ഡ് ആണെങ്കിലും സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിലും ഈവൻ ടെറസ്ഡ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല റേറ്റ് ആയിരിക്കും. എന്നാൽ നേരെ തിരിച്ചായിരിക്കും ക്രൈം റേറ്റ് കൂടുതലുള്ള ഒരു ഏരിയയുടെ കേസ്. ക്രൈം റേറ്റ് കൂടുതലുള്ള ഏരിയയാണ്, സ്കൂൾ അധികം നന്നായിട്ടില്ല, ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ പാടാണ്, ഫെസിലിറ്റീസൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ സ്പേഷ്യസ് ഹൗസിനാണെങ്കിൽ പോലും വിലക്കുറവായിരിക്കും. അപ്പോൾ ഹൗസ് ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്ക്. കുറച്ച് മുന്നേ മെൻഷൻ ചെയ്ത ടെറസ്ഡ് ഹൗസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകൾ തമ്മിൽ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല. ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത വീടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഡിറ്റാച്ച്ഡ് ആവും, ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ടെറസ്ഡ് ഹൗസും. നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല പച്ചപ്പും ഗ്രീനറീസും ഗാർഡൻസും ഒക്കെ ആവുമ്പോൾ തന്നെ നമുക്കറിയാം ചാർച്ച്വർത്ത് ഹൗസ് ഏകദേശം അടുത്തെത്താറായെന്ന്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പണിത ചാർച്ച്വർത്ത് പ്രഭു കുടുംബക്കാരുടെ വീടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിൽ കയറാനായിട്ടാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാർ പാർക്കിങ്ങിൻ്റെ തിരക്ക് കണ്ടു. ക്രിസ്മസ് ആകുമ്പോഴത്തേക്കാണ് ഇത്രയും തിരക്ക് വരിക. നമ്മളെന്തായാലും ഫൈനലി ഡെസ്റ്റിനേഷനിലെത്തി. എന്തായാലും അകത്ത് കയറിയിട്ട് നോക്കാം എന്തോരം തിരക്കുണ്ട്, എങ്ങനെയാണ് അവൈലബിലിറ്റി എന്നൊക്കെ. ഡ്രൈവറോട് താങ്ക് യുവും പറഞ്ഞ് ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനെത്തി. ഇതാണ് ചാർച്ച്വർത്ത് ഹൗസ്. ചാർച്ച്വർത്ത് പ്രഭു കുടുംബത്തിൻ്റെ മെയിൻ ഹൗസാണിത്. നമുക്കിതിനകത്ത് കയറാനായിട്ട് എൻട്രി പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ ഈ സമയത്ത് ഈ ഏരിയ മൊത്തം ക്രിസ്മസ് മാർക്കറ്റ് കൊണ്ടിട്ട് വൻ ഡെക്കറേഷൻ ആയിരുന്നു. ഇപ്രാവശ്യം മാർക്കറ്റ് ഒന്നും തന്നെ കാണുന്നില്ല.
എന്തെങ്കിലും സ്പെസിഫിക് റീസൺ കൊണ്ടിട്ടാണോ അതോ മാർക്കറ്റിൻ്റെ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നും അറിയില്ല. ഇവിടെ ഫുള്ള് മാർക്കറ്റായിരുന്നു. നമ്മൾ നേരെ ടിക്കറ്റ് സെക്ഷനിലോട്ടൊന്ന് പോയിട്ട് എന്താ നടക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. ബസ്സിൽ നിന്ന് ഇറങ്ങി തണുത്ത കാറ്റടിച്ചപ്പോൾ തന്നെ അതിഭീകരമായിട്ട് തണുപ്പ് എന്നെ പൊതിയുന്നുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും അതികഠിനമായിരുന്നു ഇന്നത്തെ തണുപ്പ്. തണുത്ത് വരച്ച് നേരെ ചെല്ലുന്നത് ടിക്കറ്റ് ഉണ്ടോ എന്ന് തപ്പാൻ വേണ്ടിയിട്ടാണ്. Hiya. No dear. Oh, thank you so much. It's a Friendly Hodges coffee shop. Up the pathway, turn right, and you're into gardens. And that building there with the archway, that's shops, restaurants, and cafes. Okay. Thank you so much, dear. Thank you. ഒരു വല്ലാത്ത ജാതി സമയത്താണ് ഗൈസ് വന്നേക്കുന്നത്. തണുത്ത് വിറച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അവസ്ഥ കണ്ടിട്ട് പാവം അവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്നെ വേറെ റൂമിനകത്തിൽ കൊണ്ടുപോയി തണുപ്പൊന്ന് മാറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതായത് ഇന്ന് ഹൗസിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, ഫുള്ളായിട്ട് ഒക്കുപ്പൈഡ് ആണ്. വീക്കെൻഡും കൂടെ അല്ലേ, ഭയങ്കര തിരക്കുണ്ട്. ഞാൻ വെളിയിൽ നിന്ന് വിചാരിച്ചു വലിയ തിരക്കൊന്നും ഇല്ല, നമുക്കിന്ന് കയറാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഫുള്ളി ബുക്ക്ഡ് ആണ്. ഒരു സീറ്റ് പോലും അവൈലബിലിറ്റി ഇല്ല. റെസ്ട്രിക്ഷൻ ഉണ്ടാകത്ത് കയറുന്നതിനായിട്ട്. അപ്പം ഇന്ന് നമുക്ക് ഹൗസ് കയറാൻ പറ്റില്ല. 105 acres 105 ഏക്കർ വരുന്ന ഒരു ഗാർഡനും ഫാം ലാൻഡും ഒക്കെ ഉണ്ട്. അവിടെ കയറാനായിട്ടാണ് നമുക്കിനി പറ്റുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കയറാം. അപ്പം നമുക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ ഒന്ന് നോക്കി എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കയറാം. ഗാർഡൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത് ദോ റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയയിലാണ്. പക്ഷേ നമ്മൾ മിക്കവാറും കയറുമോ ഇല്ലയോ എന്നുള്ളത് കൺഫ്യൂഷനിൽ നിൽക്കുക. മഴ പെയ്യുന്നുണ്ട്. ഗാർഡനിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഈ മഴയത്ത് തണുപ്പും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എത്രയാ പ്രൈസ് റേഞ്ച് എന്നൊക്കെ. ആൾക്കാരൊക്കെ അതിനകത്തിലുണ്ട്. പക്ഷെ കാറ്റ് വരുമ്പോഴത്തേക്ക് അൺസഹിക്കബിൾ തണുപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് ഫീൽസ് ലൈക്ക് മൈനസ് എങ്ങാണോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അറിയില്ല എത്രയാണ്, പക്ഷെ ഡെഫിനറ്റ്ലി നോട്ട് more than 5 degrees for sure. വന്നിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് തികച്ചായില്ലെങ്കിലും വന്നതിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നിയ ഒരു സമയമായിപ്പോയി ഇത്. നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഡൽറ്റിന് 24 pounds ആയിരുന്നു പെർ പേഴ്സൺ ഉണ്ടായിരുന്നു. ഹായ് ഓൾ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്ലാനും ട്രിപ്പും ഒക്കെ ഒന്ന് റീസ്കെഡ്യൂൾ ചെയ്യേണ്ടതും മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചാറ്റ്സ്വർത്തിൽ വന്നു, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ എല്ലാവരും പ്രീ ബുക്ക് ചെയ്ത് ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് ഇടത്ത് കയറാനായിട്ടുള്ള ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിന്ന് ഗാർഡനിൽ വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. 105 acres ആണ് ഗാർഡൻ. എൻ്റെ അബദ്ധവശാൽ ഞാൻ ഇന്ന് അകത്തിടുന്ന ഒരു ജാക്കറ്റും കൂടെ ഉണ്ട്. ലെയർ ചെയ്യുന്ന ജാക്കറ്റ് ഞാൻ ലെയർ ചെയ്തില്ല. എനിക്ക് കുറച്ചധികം ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ തണുപ്പൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു രക്ഷയില്ല. തണുപ്പടിച്ചിട്ട് നിൽക്കാനും എനിക്ക് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഗാർഡൻ ഇത്രയും നേരം നിന്ന് ഈ തണുപ്പത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തേക്ക് എണീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഗാർഡൻ അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കയറി. അവിടെ തണുപ്പ് കുറവായിരിക്കും. എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഒരു പെൻഗ്വിനെ പോലെയുണ്ട്. എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിൽഡിങ്ങിനകത്തിൽ നമുക്ക് കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിൽ കയറിയിട്ട് ഒരു കോഫി കുടിച്ച് ഇവിടെ എന്തൊക്കെയാ കാര്യങ്ങൾ ഇതിനകത്തിൽ നടപ്പുണ്ടെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തന്നെ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ നേരെ റൈറ്റിലോട്ട് വിടുകയാണ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത്, ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് തോന്നുന്നു കൂടുതലായിട്ടും കൂടുതൽ. UK ക്രിസ്മസ് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാർഡ്സും ഗിഫ്റ്റും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡ് മൊത്തം ഗിഫ്റ്റ് ഓപ്ഷൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഗിഫ്റ്റ് ഓപ്ഷൻസ് ആയിരുന്നു അവിടെ. ഇത് ഡ്രൈഡ് ഫ്രൂട്ട്സ് കൊണ്ടിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന, അതിനകത്തിൽ ഓറഞ്ചും ചില്ലിയും പൈനും കോണും ഒക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന റീത്താണ്. നമ്മുടെ ഇവിടെ ക്രിസ്മസിൻ്റെ ടൈമിലും അല്ലാത്ത ടൈമിലും ഒക്കെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ടും ഒക്കെ റീത്ത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഇതാണ്ട് സിനമൺ സ്റ്റിക്ക്, നമ്മുടെ കറുവപ്പട്ട, അത് അതേപടി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഈ ഷോപ്പുകളൊക്കെ തന്നെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ആയിരുന്നു വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആയിരുന്നു അവിടെ വിൽക്കാനായിട്ടുണ്ടായിരുന്നത്. ചിലതൊക്കെ കാണുമ്പോൾ അതിശയം, ഇങ്ങനെയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന്. അടുത്ത റീത്ത്, ഇതൊക്കെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. റീത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലോക്കൽ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആട്ടോ. മിക്ക സാധനങ്ങളും, പ്രത്യേകിച്ച് ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഇത് റീത്തിൻ്റെ
അല്ല റീത്തിൻ്റെ അല്ല, വിസ്കി ബാരൽ ഹാർട്ട് എന്തിനാ യൂസ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് നമ്മുടെ സോപ്പും കാര്യങ്ങളൊക്കെ, നാച്ചുറൽ വീഗൻ സോപ്പ്, വൈറ്റ് ലാം ചാർക്കോള്, പിന്നെ പോട്രി ഐറ്റംസ്, മെയിനായിട്ട് ബാത്ത് സോക്കിന് പറ്റുന്ന വീഗനായിട്ടുള്ള എർത്ത് ഫ്രണ്ട്ലി ബാത്ത് സോൾസ് ആണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ പോട്രി, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ തന്നെ പല പല വെറൈറ്റി ആയിട്ട് പോട്രീസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തും ഗിഫ്റ്റിംഗ് സെഷൻ തന്നെയാണ് കേട്ടോ, ഗിഫ്റ്റിംഗ് ഐറ്റംസ് തന്നെ, ഗിഫ്റ്റ് മെറ്റീരിയൽസ് തന്നെ ഇവിടെയും വെച്ചേക്കുന്നത്. അതിലൊരു ഗിഫ്റ്റ് ഐറ്റത്തിനകത്തിൽ എഴുതി വെച്ചിരുന്നത് വേൾഡ്സ് മോസ്റ്റ് ഫേമസ് ട്രെയിൻ എന്നാണ്. ഒന്ന് നൈസായിട്ട് തുറക്കാനായിട്ട് നോക്കിയത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, പക്ഷെ അല്ലായിരുന്നു. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പ്രൊഡക്റ്റാണ് കേട്ടോ ഈ കീ ചെയിന്. ക്രിസ്മസ് ഗിഫ്റ്റിങ്ങിന് പറ്റുന്ന ഐറ്റംസ് ആണ്. ഹിപ്പ് ഫ്ലാസ്ക്, ഒരു ചെറിയ പെഗൊക്കെ കൊള്ളുമെന്ന് തോന്നുന്നു, അകത്ത് വെക്കാം. കീ ചെയിൻ ആയിട്ടാട്ടോ ഇതിവിടെ വിൽക്കുന്നത്. നേരെ ബോട്ടിൽ അപ്പ് ചെയ്യുക. ഇത് നമ്മുടെ ഷോളാട്ടോ. ഇത് എന്ത് ടൈപ്പ് ഷോളാ? മാർക്കറ്റിംഗ് റോ ബേജ്, പ്രോപ്പറായിട്ട് പറയുന്നില്ല, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. പക്ഷെ പ്രൈസ് കുറച്ചധികം കത്തിയായിട്ടാണ് തോന്നിയത്. 99 പൗണ്ട്, അതായത് അറൗണ്ട് ഒരു 10,000 രൂപയുടെ അടുത്ത് വരും. മിക്ക ഷോൾസിനും സെയിം റേഞ്ച് തന്നെയാണ് കേട്ടോ. 10,000 രൂപയുടെ അടുത്ത് തന്നെ, നാട്ടിലൊരു 10,000 രൂപയുടെ അടുത്ത് തന്നെ വില വരുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസിൻ്റെ ഒരു വെറൈറ്റി കളക്ഷനാണ്. നമ്മൾ തന്നെ തോന്നിപ്പോവും ഇങ്ങനെയും ഗിഫ്റ്റ് ചെയ്യാമോ. ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ക്രിസ്മസ് കിച്ചൺ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഐസ് ക്യൂബ്സും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ക്രിസ്മസ് തീമിൽ സ്റ്റാർ ഷേപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സിലിക്കോൺ ബേസ് ചെയ്തിട്ടുള്ള ഐസ് ട്രേയാണ് ആ കാണുന്നത്. ക്രിസ്മസ് തീംസ് പ്ലേറ്റും കപ്സും ഒക്കെ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ കണ്ടത് ഫുഡ് ഗിഫ്റ്റിങ്ങിൻ്റെ സെക്ഷനാണ്. പക്ഷേ എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഇവിടുന്ന് മാറിപ്പോയി സെക്ഷൻ തെറ്റി വല്ലതും വന്നിരുന്നതാണ്. ഇത് ടിൻ ട്രീറ്റ്സ് എന്നും പറഞ്ഞിട്ട് അവർ വെച്ചേക്കുന്നതാണ്. ഇതിനകത്തിൽ വാനില ഫഡ്ജ്, നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് എന്നൊക്കെ പറയില്ലേ, ഡെസേർട്ടിൻ്റെ ഒരു വേറൊരു വെറൈറ്റി അകത്തുള്ള ഒരു സാധനമാണ്, നമുക്കത് കഴിക്കാൻ പറ്റും. അതവർ ടിൻ പോലെ ക്യാമറയ്ക്കകത്തിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ആൾക്കാർ വാങ്ങിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതായിരുന്നു അവിടെ കണ്ടിരുന്ന ഒരു സംഭവം. അതും ഒന്നും രണ്ടും അല്ല, ഒരുപാട് ക്യാമറ സെയിം വാനില ഫഡ്ജും ചോക്ലേറ്റ് ഫഡ്ജും ആയിട്ട് അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെക്ഷൻ വന്നത് മൊത്തം ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ആണ്. ലൈക്ക് ഫുഡ് ആൻഡ് ഡ്രിങ്കിൻ്റെ പല പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്. മെയിനായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഹാമ്പർ പോലെ അവരത് പാക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഈ നട്ട്സൊക്കെ കാരമലൈസ്ഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാരമലൈസ്ഡ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. വൈനും ലിക്കറും ഇല്ലാണ്ട് എന്ത് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ അല്ലേ. ടുവേർഡ്സ് ദ എൻഡ് ഈ സെക്ഷനിൽ മൊത്തത്തിൽ ജിന്നും വോഡ്കയും വൈനും ഷാമ്പെയിനും ഒക്കെ ആയിട്ട് വൺ വെറൈറ്റിയിൽ കളക്ഷനിൽ അവർ നിരത്തിയിട്ടുണ്ട്. ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് സീസൺ തന്നെയാണ്. ഇത് പ്ലെയിൻ ചോക്ലേറ്റ്. ഇത് ഏതാ ഫ്ലേവർ വരുന്നത്? വൈറ്റ് ചോക്ലേറ്റ്, വൈറ്റ് മിൽക്ക്, പിന്നെ തന്നെ മിൽക്ക് തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ആട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇതുമുണ്ട് കാരമൽ ട്രഫിൾസ്. ഇതെല്ലാം ഗിഫ്റ്റിംഗ് ഓപ്ഷൻസിന് വെച്ചേക്കുന്ന. ഇതാണ് ഫഡ്ജ് വാനില, കുറച്ച് മുന്നേ നമ്മൾ കണ്ടില്ലേ. ഇത് ലിക്വിഡ് ഫോമിലാക്കിയിട്ടാണ് മറ്റേ ആ ക്യാമറയ്ക്കകത്തിൽ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ചോക്ലേറ്റ് ഫഡ്ജ്. ഗിഫ്റ്റിംഗ് ഓപ്ഷൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ മൊത്തത്തിൽ വിൻ്റർ ക്ലോത്ത്സും ബൂട്ട്സും റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോത്തിങ് ഐറ്റംസും ആക്സസറീസും ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കാണുന്നത് ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഷൂസിൻ്റെ ഒരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഷൂസും ബൂട്ട്സും ഒക്കെ ആയിട്ട് എല്ലാത്തിനും അത്യാവശ്യം നല്ല കത്തിയിലുമാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ ബൂട്ട്സിന് അറൗണ്ട് ഒരു 10,000 രൂപയാണ് വില പറയുന്നത്. നാട്ടിലത്തെ ഒരു 10,000 രൂപയുടെ അടുത്ത് റേഞ്ചിൽ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പുറത്തെല്ലാം വിൻ്റർ വെയേഴ്സ് ആണ് മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. കോട്ടും ജാക്കറ്റ്, ജമ്പേഴ്സ്, ഷോൾസും ഒക്കെ ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ടിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും വായി നോക്കി നടക്കുന്നുണ്ടെങ്കിലും ഒരു സാധനവും മേടിക്കാൻ നിന്നില്ല. ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു. എല്ലാത്തിനും ഷോളും വിൻ്റർ ക്ലോത്ത്സും ഒക്കെ 99 പൗണ്ട്സിന് എബോവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടുന്ന് നേരെ ബില്ലിംഗ് സെക്ഷൻ വഴി പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി. ക്രിസ്മസ് ഗിഫ്റ്റിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ എല്ലാ ബുക്സും ഇവിടെ കാണാം. ഡ്രാക്കുളയും ജെ.കെ. റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ, എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് അവരത് പാക്ക് ചെയ്തേക്കുന്നതും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അവരെന്തോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ജെ.കെ. ഇത് പ്രിസണേഴ്സിൻ്റെത്, ചേംബർ ഓഫ് സീക്രട്സിൻ്റെ, എല്ലാത്തിൻ്റെ ഇടയ്ക്ക് എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. CD ആണോ എന്തോ സംതിങ് അവർ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. CD ഉള്ളതായിട്ട് പറയുന്നുണ്ടോ? CD ഉള്ളതായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡ്, സീക്രട്ട് ഗാർഡൻ, ലിറ്റിൽ പ്രിൻസ്,
പിന്നെ ഏതാ നമുക്ക് ഐഡന്റിഫൈ ഷെർലക് ഹോംസിന്റെ ഒക്കെ കംപ്ലീറ്റ് ഷെർലക് ഹോംസ് ആണ് കിടക്കുന്നത്. ബൈബിള് പോലെ വലിയ കട്ടിയുള്ള ബുക്ക്. ജംഗിൾ ബുക്ക്. ഒരുമാതിരി ഫേമസ് ആയിട്ടുള്ള എല്ലാ ബുക്കും സ്റ്റോറീസും ഒക്കെ അതിനകത്ത് അവര് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വലിയ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസിന് വരുന്ന എല്ലാ ഐറ്റംസും, അതിപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ക്ലോത്തിങ് ഐറ്റം ആയിക്കോട്ടെ, തുടങ്ങിയ എല്ലാ ഗിഫ്റ്റിംഗ് ഓപ്ഷൻസും മറുഭാഗത്തായിട്ട് റെസ്റ്റോറൻറ്റ്സും കഫേസും ബാറും ഒക്കെ ആയിട്ടാണ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെയും തണുത്തു തുടങ്ങി. അപ്പോൾ ഒരു മാഷ്മെല്ലോ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മാഷ്മെല്ലോ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. അയ്യാ, 1 marshmallow please. Yeah, sure. റോസ് വേണോ വൈറ്റ് വേണോ? താങ്ക് യു ഡിയർ. അങ്ങനെ മാഷ്മെല്ലോ നമുക്ക് കിട്ടി. നമ്മൾ നേരെ പോയി ടോസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒന്ന് ഇവിടെ വന്ന് തീ കായ, 2 നമുക്ക് തന്നെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. പക്ഷെ എന്തോരം ടോസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ആരുടെയും സഹായം ആവശ്യമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വന്നപ്പോഴൊരു തണുപ്പിനൊരു ശമനം കിട്ടുന്നത്. അവിടെ എവിടെയും കരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാഷ്മെല്ലോ ടോസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഏണ്ടൊക്കെ പൊട്ടുന്നുണ്ട്. ഈ മാഷ്മെല്ലോ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാരയില്ലേ, ഈ ഷുഗറും വെള്ളവും ജലാറ്റിനും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ മാഷ്മെല്ലോ. ഇവിടെ അത് ഹോട്ട് ചോക്ലേറ്റിൻ്റെയും കോഫിയുടെ ഒക്കെ മുകളിലായിട്ട് ഇടാറുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. നമ്മൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ലിക്വിഡ് ഫോമിലോട്ട് വരും. എന്നിട്ട് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. ആ സ്മോക്കി ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ലയാ. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇവിടുന്ന് മാറാതെ നിൽക്കുന്നു. തണുപ്പിന് നല്ലൊരു ആശ്വാസമുണ്ട്. 2-3 മാഷ്മെല്ലോ കൂടെ വാങ്ങിച്ച് മിക്കവാറും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. അടിപൊളിയാട്ടോ. മസ്റ്റ് ട്രൈ. ഇനിയും വെയിറ്റ് ചെയ്ത് തണുപ്പടിച്ച് ചാവുന്നതിൽ നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഹോട്ട് ചോക്ലേറ്റും എല്ലാം കഴിച്ചിട്ട് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാം. മാഷ്മെല്ലോ കഴിഞ്ഞ് നെക്സ്റ്റ് ഐറ്റം നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ പോവാം. ഹോട്ട് ഡെസേർട്ട്സ് ചോക്ലേറ്റ് ഫോണ്ടൻ്റ് ഉണ്ട്, സ്റ്റിക്കി ടോഫി പുഡിങ്, പിന്നെ എനിക്ക് പുഡിങ് ആണ്, എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് മതി. ഇവിടെ ഐസ്ക്രീമും അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. മാഷ്മെല്ലോ കഴിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് പറയാമെന്ന് വെച്ചു. തണുപ്പത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ട് ഡ്രിങ്ക് ആണ് ഹോട്ട് ചോക്ലേറ്റ്. ഇതേ നമ്മൾ ആ കാണുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെഷീനാണ് ഹോട്ട് ചോക്ലേറ്റ് മെഷീൻ. അതിനകത്തിലോട്ട് കുറച്ച് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അവർ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. താങ്ക് യു ഡിയർ. ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെളിയിൽ ഇറങ്ങിയിരുന്നിട്ട് കുടിക്കാം. നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഡിന്നർ ഓർഡർ ചെയ്തു. ഇവിടെ ലഞ്ചിന് ഡിന്നർ എന്നാട്ടോ പറയാം. എല്ലായിടത്തെയും കേസാണോ എന്നറിയില്ല. സൗത്ത് യോർക്ക്ഷയറിൽ പൊതുവെ ലഞ്ചിന് മൊത്തത്തിൽ ഡിന്നർ എന്നാണ് പറയാം. നമ്മൾ മെയിൻ കോഴ്സായിട്ട് ബേക്കൺ ഡിന്നറായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ബേക്കൺ അവർ സ്ലൈസ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. അതിനകത്തിൽ മെയിനായിട്ട് കുറച്ച് വെജീസ്, ബ്രൊക്കോളി, ക്യാരറ്റ്, പൊട്ടാറ്റോസ്. മാഷ്ഡ് പൊട്ടാറ്റോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ മാഷ്ഡ് പൊട്ടാറ്റോ അല്ല. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മറ്റേ ഹാമിൻ്റെ തന്നെ പല രീതിയിൽ അവർ ബേക്കൺ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ. UK വന്നതിൽ പിന്നെയാണ് ഇത്രയും പിഗ് മീറ്റ് അല്ലെങ്കിൽ പോർക്ക് കഴിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നാട്ടിൽ വെച്ച് ഞാൻ അധികം കഴിച്ചിട്ടേ ഇല്ല. ഹാം ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്ന അത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര വലിയൊരു ഹാം ഫാനൊന്നും അല്ല. പക്ഷെ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കൊള്ളാട്ടോ. ഫുഡൊടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പുറത്ത് പോകാം. നല്ല ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള, അത്യാവശ്യം ടെമ്പറേച്ചറൊക്കെ നല്ല
നന്നായിട്ട് ഇട്ടിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു ലഞ്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലോട്ടാണ്. അവിടുന്ന് നമ്മൾ പിന്നെ തിരിച്ച് ഷെഫീൽഡിലോട്ട് പോവാം. നെക്സ്റ്റ് ടൈം പ്രീ ബുക്ക് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് വന്ന് ചാർച്ച്വർത്ത് ഹൗസിൻ്റെ അകത്ത് നമുക്കൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഈ അപ്പാപ്പനെ നമ്മൾ ആരെങ്കിലും ഒക്കെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ സ്വന്തം മറ്റേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന അപ്പാപ്പൻ. ഇത് എന്താണ് ഇൻസ്ട്രുമെന്റിന്റെ പേരെന്ന് എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ അപ്പാപ്പൻ അത് മറ്റേ ടേപ്പ് കാസറ്റ് ഇത് ചെയ്യുന്ന പോലെ ലോഡ് ചെയ്യാണ്. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. ഏഞ്ചലെ നോക്കിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നിന്ന് നന്നായിട്ട് സഹകരിച്ചു തരും. ആ മാറിക്കൊണ്ടിരിക്കുന്ന ഷീറ്റാണ് ശരിക്കും കാസറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഭയങ്കര പ്രസന്റബിൾ ആണ്, ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ കാസറ്റ് പോലത്തെ അതാണ് മ്യൂസിക് വരുന്നത്. പുള്ളി അതവിടെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണമെന്നേ ഉള്ളൂ. കാസറ്റ് ആ മ്യൂസിക് അതിനകത്ത് നിന്നാണ് വരുന്നത്. കുറച്ചും കൂടെ പ്രോപ്പറായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് ഡ്രസ്സ് ലെയർ ചെയ്ത് പോകുമായിരുന്നെങ്കിൽ തണുപ്പ് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികളും പട്ടികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തിൽ ഇറങ്ങി ഓടി ആ കുറച്ചും കൂടെ കാറ്റ് വരാത്ത രീതിയിൽ നിൽക്കുന്ന സ്ഥലത്തിലേക്ക് പോയി നിൽക്കുക. അത്ര എന്നെ കൊണ്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു UK വന്നിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള വിൻ്റർ ഇതായിരിക്കും. ബാക്കിൽ കാണുന്നതാണ് ചാർച്ച്വർത്തിൽ ഇത്രയും നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ച റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടുന്ന കഫേ ഏരിയ ഉള്ളത്. നമ്മൾ തിരിച്ചു പോവാണ്. ഒട്ടും പറ്റുന്നില്ല. തണുപ്പിനെക്കാട്ടിലും കൂടുതൽ പ്രശ്നം വരുന്നത് കാറ്റും മഴയും വരുമ്പോഴത്തേക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പറ്റുന്നേയില്ല. വീഡിയോ എടുക്കാനും കയ്യും എല്ലാം വിറച്ച് ഒരു രക്ഷയില്ലാണ്ട് നിൽക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനി ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ആളെ പ്രവർത്തില്ല. അത്രയും തണുപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക. നമ്മൾ ഇത്രയും നേരം ചാർച്ച്വർത്ത് ഹൗസിലെ വിശേഷങ്ങൾ കണ്ടെന്നുണ്ടെങ്കിലും എന്താണ് ചാർച്ച്വർത്ത് ഹൗസ് എന്നല്ലേ? 35,000 ഏക്കർ ഭൂമിയിലാണ് ഈ ചാർച്ച്വർത്ത് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. 1549 ചാർച്ച്വർത്ത് ഹൗസിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഡെവൻഷയർ പ്രഭു കുടുംബമാണ് ചാർച്ച്വർത്ത് ഹൗസിൽ താമസിച്ചിരുന്നത്. ചാർച്ച്വർത്ത് ഹൗസിലേക്ക് പ്രധാനമായും ആളുകൾ 4 കാര്യങ്ങൾ കാണാനായിട്ടാണ് വരുന്നത്. ഒന്ന്, ഇവിടുത്തെ പെയിന്റഡ് ഹോള് കാണാനായിട്ട്. രണ്ടാമതായിട്ട് 105 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന ഗാർഡൻ കാണാനായിട്ട്. മൂന്നാമതായിട്ട് ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള വാട്ടർ ഫീച്ചറുകൾ അല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടൻ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഇത് 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചേക്കുന്നത്. നാലാമതായിട്ട് ഫേമസ് ആയിട്ടുള്ള ആർട്ട് കളക്ഷന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടൈം നമ്മൾ പ്ലാൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചാർച്ച്വർത്ത് ഹൗസിനെ പറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും. ചുറ്റും നടന്ന് കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് ചാർച്ച്വർത്ത് ഹൗസിൽ. പക്ഷേ തണുപ്പ് ഒരു രക്ഷയുമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ തന്നെ ഉറപ്പിച്ചു. തിരിച്ചു പോകാനുള്ള ബസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഷെഫീൽഡിലേക്കുള്ള ഡയറക്റ്റ് ബസ് ഇപ്പോഴെങ്ങും ഇല്ല. തണുപ്പൊട്ടും സഹിക്കാൻ വയ്യാത്ത കൊണ്ടിട്ട് കറങ്ങിപ്പോയാലും വേണ്ടില്ല ചെസ്റ്റർഫീൽഡ് വഴി പോകാമെന്ന് പ്ലാൻ ഇട്ട് ചെസ്റ്റർഫീൽഡ് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ബസ്സിലേക്ക് കയറി. ഇന്ന് തിരിച്ചു പോവാണ്. ഒട്ടും പറ്റുന്നില്ല. തണുപ്പ് കൈയൊക്കെ പിങ്കിഷ് ആയിരുന്നു. എനിക്ക് ഫ്രോസൺ വൈറ്റ് വരുമെന്നാണ് എനിക്ക് സംശയമായിരുന്നു. ലാസ്റ്റിൽ നമ്മൾ ടെമ്പറേച്ചർ എടുത്ത് നോക്കിയപ്പോൾ ഫീൽസ് ലൈക്ക് -8. ഈ -8ലാണ് ഞാൻ ഈ കൂറ ജാക്കറ്റ് മാത്രം ഇതിനകത്ത് പോലും ഒന്നും ഇടാണ്ട് കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വീക്കെൻഡും ക്രിസ്മസും ഒക്കെ ആയതുകൊണ്ടിട്ട് ബസ് സർവീസ് ഭയങ്കര കുറവായിരുന്നു. ആരെങ്കിലുമൊക്കെ ചാർച്ച്വർത്തിലോട്ടോ പീക്ക് ഡിസ്ട്രിക്റ്റിലോ ഒക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വീക്ക് ഡേയ്സിൽ ട്രാവൽ ചെയ്ത് വരുന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ എടുത്ത് വരുന്നതോ ആയിരിക്കും. കാറില്ലാത്തതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഡേയും കൂടെ ആയിരുന്നു ഇത്. ഇന്നത്തെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീർന്നു കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ടാറ്റാ, ടേക്ക് കെയർ. പണ്ടാരോ പറയുന്ന പോലെ കാവിടി തുള്ളി പോയതാ. തിരിച്ചിത്രയും വലിയ രീതിയിൽ വരുമെന്ന് തോന്നിയില്ല.